നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ ആവേശത്തിലാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. നിലമ്പൂരിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി എം സുരാജ് വലിയ വിജയം നേടും. അൻവറിനെ ഓർത്ത ആശങ്ക യു.ഡി.എഫിന് മാത്രമാണെന്നും എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. നിലമ്പൂരിൽ എൽ.ഡി.എഫ് വിജയക്കൊടി പാറിക്കുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി. ഇടതുപക്ഷ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ടു പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ അൻവറിനെക്കുറിച്ച് LDFന് ആശങ്കയില്ലെന്ന് വ്യക്തമാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും സഖാക്കളും ആവേശ തിമിർപ്പിലാണ്. ഈ ആവേശമെല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത് വരുന്ന 19-ാം തീയതി നടക്കാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിലാണ്. അൻവറും കൂടി മത്സരരംഗത്തേക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ അവസാനം പറഞ്ഞത്. അത് നമ്മൾ ഗൗരവത്തിലെടുക്കുന്നില്ല. കാരണം നമ്മൾ അൻവറുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം അൻവറെ പറ്റി നമ്മൾ ആലോചിച്ചിട്ടേയില്ല. അതെപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് UDF ആണ്. ആ UDFിൻ്റെയും അൻവറുടെയും ദുരന്തമാണ് ഈ നിയോജക മണ്ഡലം ഇപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്യം കാണാതെ പോരാട്ടം അവസാനിപ്പിക്കില്ലെന്നും നിലമ്പൂരിന്റെ മണ്ണിൽ LDF വിജയക്കൊടി പാറിക്കുമെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾ പ്രവർത്തകരിൽ ആവേശമുണ്ടാക്കി. ലക്ഷ്യം കാണാതെ വിജയം വരിക്കാതെ ഈ പടയോട്ടം LDF അവസാനിപ്പിക്കാൻ പോകുന്നില്ല. അതിലെ ഭടന്മാരാണ് നമ്മളെല്ലാവരും. ഈ പടയാളികൾ ഒറ്റക്കെട്ടായി പറയുന്നു, ഒരേ സ്വരത്തിൽ പറയുന്നു, സഖാവ് സ്വരാജാണ് നിലമ്പൂരിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ, സ്വരാജാണ് വിജയപ്രതീക, സ്വരാജാണ് വിജയിക്കാൻ പോകുന്ന ആൾ. ആരെല്ലാം ഉണ്ടെങ്കിലും വരട്ടെ, അവരെല്ലാം ഒറ്റയ്ക്കോ കൂട്ടായോ വരട്ടെ, അവരെല്ലാം നാം ഇവിടെ പിടിച്ചു കെട്ടും. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന നല്ല നേതാവാണ് M സ്വരാജ് എന്നും നിലമ്പൂരിന്റെ പക്ഷം ഇടതുപക്ഷമാണെന്നും ജോസ് കെ മാണി. നിലമ്പൂർ ആരുടെ പക്ഷം ആണ്? നിലമ്പൂരുടെ ഹൃദയന്മാരോടൊപ്പമാണ്. ഹൃദയുടെ നിലമ്പൂരിൻ്റെ മണ്ണ് ആരോടൊപ്പമാണ്? നിലമ്പൂരിൻ്റെ രാഷ്ട്രീയമാരോടൊപ്പമാണ്. അഭിമാനത്തോടുകൂടി പറയട്ടെ, അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. സ്വരാജ് നമ്മുടെ സ്ഥാനാർത്ഥി സഹാബ് സ്വരാജിനോടൊപ്പമാണ്. പ്രസംഗത്തിനിടയിൽ M സ്വരാജിന്റെ ബൈബിൾ പാണ്ഡിത്യത്തെക്കുറിച്ച് NCP സംസ്ഥാന അധ്യക്ഷൻ തോമസ് കെ തോമസ് വാചാലനായി. തോമസ് ചാണ്ടി ഞാനൊക്കെ വിചാരിച്ചാൽ ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബൈബിൾ അറിയാവുന്നതാണ്. പക്ഷേ ഞങ്ങളെയൊക്കെ വെട്ടുന്ന രീതിയിലുള്ള ബൈബിൾ വചനങ്ങളും വാക്യങ്ങളും അറിയാവുന്ന വ്യക്തി ശ്രീമാൻ സ്വരാജാണ്. അതുകൊണ്ട് നിലമ്പൂരിലെ സകല വ്യക്തികളും താങ്കൾക്ക് വോട്ട് ചെയ്യത്തുള്ളൂ, ഒരു സംശയവും വേണ്ട. ആയിരങ്ങൾ പങ്കെടുത്ത LDF കൺവെൻഷൻ വലിയ ആവേശമായി. നിലമ്പൂര് കണ്ട ഏറ്റവും വലിയ ജനസാഗരത്തെ സാക്ഷി നിർത്തിയാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നിലമ്പൂരിൽ നടന്നത്. അമൽനാഥ്, കൈരളി ന്യൂസ്, നിലമ്പൂർ.